നമ്മുടെ കുറച്ച് ഓർമ്മകളോ അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ചധികം നാളത്തേക്കൊക്കെ നമ്മൾ സ്വരുക്കൂട്ടി വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ എഴുത്തെഴുതി വെക്കുമായിരുന്നു. നമ്മൾ പണ്ടൊക്കെ ഫോട്ടോ എടുത്ത് പേപ്പറായിട്ട് സൂക്ഷിക്കുമായിരുന്നു. കാലങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളത് ഡിജിറ്റൽ ഡേറ്റാസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരുപാട് പല പല മാർഗങ്ങളിലൂടെ അല്ലെ പല പല രീതികളിൽ നമ്മളിതെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ഇതിലൊക്കെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഉപ്പിലിട്ട് വെക്കുക, അല്ലെങ്കിൽ മധുരത്തിലിട്ട് വെക്കുക, നമ്മളത് പുളിപ്പിച്ച് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ ഉണക്കി സൂക്ഷിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട്. പക്ഷേ മനുഷ്യർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മനുഷ്യന് മുമ്പ് ഈ ഒരു പ്രിസർവേഷൻ പ്രക്രിയകൾ അല്ലെങ്കിൽ ഈ ഒരു കാത്തു സൂക്ഷിക്കൽ പ്രകൃതി തന്നെ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രിസർവേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാത്തു സൂക്ഷിക്കലിൻ്റെ ഒരു പ്രക്രിയ, പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആംബർ അഥവാ പ്രകൃതിയുടെ ടൈം ക്യാപ്സ്യൂൾ. എന്താണ് ടൈം ക്യാപ്സ്യൂൾ? ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലവും ഭാവി കാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി വർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അത് പല രൂപത്തിലാകാം, പല തരത്തിലാകാം. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കണമെങ്കിൽ ജുറാസിക് പാർക്ക് എന്നിട്ടുള്ള ഒരു സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ്. ജുറാസിക് പാർക്ക് ഹോളിവുഡ് മൂവി നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടാണ്. ഒരുപാട് പാർട്ടുകൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ കൂടി അതിൻ്റെ ഒരു പാർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ആംബർ ക്യാപ്സൂളിനെ അല്ലെങ്കിൽ ടൈം ക്യാപ്സൂളിനെ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഇനിയും നിങ്ങൾ ആ പടം കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ പടം ഒരിക്കൽ കൂടി അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ആംബർ ക്യാപ്സൂളിൽ നിന്നും ഒരു കൊതുകിനെ എടുത്തിട്ട് ആ ഒരു കൊതുകിൻ്റെ വയറ്റിലുള്ള രക്തത്തിലെ DNA എടുത്ത് പ്രോസസ്സ് ചെയ്ത് ദിനോസർ ഉണ്ടാക്കുന്ന ഒരു 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 ശാസ്ത്രം അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ആ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ കൊതുക് ദിനോസറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു കൊതുകിനെ ഒരു കേടുപാടും കൂടാതെ സംരക്ഷിച്ച് നിർത്തിയ ഒരു കല്ല് പോലെ അല്ലെങ്കിൽ ഒരു രത്നക്കല്ല് പോലെ ഒരു കട്ടി പോലെ അതിനുള്ളിൽ സൂക്ഷിച്ച ആ ഒരു വസ്തുവാണ് ആംബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈം ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഈ ആംബർ എന്ന് പറയുമ്പോൾ അതിൽ കാണിക്കുന്നത് ഗ്രൈൻഡിങ് മെഷീനൊക്കെ വെച്ച് ഒരുപാട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ആ കൊതുകിനെ എടുക്കുന്നത്. പക്ഷേ ആംബർ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് കല്ലാണോ അല്ലെങ്കിൽ അത് എന്താണ്, രത്നക്കല്ലാണോ? ഇതൊന്നുമല്ല. ആംബർ എന്ന് പറയുന്നത് ഒരു തരം മരത്തിൻ്റെ കറയാണ്. ഷഡ്പദങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ചരിത്രാതീന അല്ലെങ്കിൽ ചരിത്രാതീത ജീവികൾ അല്ലെങ്കിൽ വായു കുമിളകൾ, ഉറുമ്പുകൾ, ഇവയെല്ലാം ഈ ഒരു ആംബറിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം ക്യാപ്സൂളിൽ പെട്ട് കുടുങ്ങിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഭംഗി കൊണ്ട് ഇത് ആഭരണ നിർമ്മാണത്തിലും ആംബർ ഉപയോഗിച്ചിട്ടുണ്ട്. പൈൻ, ദേവദാരു മുതലായവ ഉൾക്കൊള്ളുന്ന ഒരുതരം വൃക്ഷങ്ങൾ ഈ കറ ചുരത്താറുണ്ട്. ഈ ഒരു മരക്കറയിൽ ഷഡ്പദങ്ങൾ, കൊതുകുകൾ, വായു കുമിളകൾ, ഉറുമ്പുകൾ ഇവയെല്ലാം കുടുങ്ങാറുമുണ്ട്. പിന്നീട് ആ മരക്കറ ഉണങ്ങി അത് മരത്തിൽ നിന്നും വേർപെട്ട് താഴേക്ക് വീഴുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്കിലും മറ്റും പെട്ട് അത് ദൂര സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. പ്രകൃതിയുടെ രത്നങ്ങളിൽ ഒന്നാണ് ആംബർ. ഒരു മരത്തിന് പരിക്കേൽക്കുമ്പോൾ മുറിവ് അടയ്ക്കുകയും കഠിനമാക്കുകയും ചെയ്യുന്ന ഒരു റെസിൻ സൃഷ്ടിക്കാൻ ആ മരത്തിന് കഴിയുന്നു. മരത്തിന് ഒരു മുറിവുണ്ടാകുമ്പോൾ, അതായത് കമ്പൊടിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗസ് ആക്രമിക്കുമ്പോൾ, ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ശരീരം കാണിക്കുന്നത് പോലെ തന്നെ ആ മരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുറിവേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വന്നാലോ ഉടൻ തന്നെ ഈ മരക്കറ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ വരുന്ന ഈ ഒരു മരക്കറ അല്ലെങ്കിൽ ഈ ഒരു റെസിൻ ആ മരത്തിൻ്റെ ആ മുറിവിൽ ചെന്ന് അത് അടയുകയും തന്മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻ ബാധിക്കാതെ ആ മരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ എപ്പോഴും ഇങ്ങനെ റെസിൻ വരുമ്പോൾ അതൊരിക്കലും ആംബറായിട്ട് മാറണമെന്ന് നിർബന്ധവുമില്ല. ഒന്നാമതായി ഈ റെസിൻ എന്ന് പറയുന്നത് രാസപരമായി ഒരു സ്ഥിരതയുള്ളതായിരിക്കണം. കാലക്രമേണ ഇത് ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. അതായത് കഠിനമായിട്ടുള്ള ചൂടും താപവും മർദ്ദവും മഴയും വെയിലും അതുപോലെ തന്നെ ബാക്ടീരിയകളുടെ ഇൻഫെക്ഷനും ഇതെല്ലാം താങ്ങി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് വേണം ഈ ഒരു ആംബർ എന്ന് പറയുന്ന ആംബർ ക്യാപ്സൂൾ ആകുവാൻ വേണ്ടി. അപ്പോൾ രാസപരമായിട്ടുള്ള ഒരു സ്ഥിരത ഇതിന് വളരെ അത്യാവശ്യമാണ്. ഫോസിലൈസ് ചെയ്യാൻ കഴിയുന്ന 2 തരത്തിലുള്ള റെസിൻ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. വാതകമാകാൻ ശേഷിയുള്ള എണ്ണകൾ, അമ്ലങ്ങൾ അല്ലെങ്കിൽ സുഗന്ധമുള്ള ടർപ്പൈനുകൾ, ഇവയെല്ലാം ഈ മരക്കറയിൽ അടങ്ങിയിട്ടുണ്ടാവാം. ഈ ഘടകങ്ങളെല്ലാം ക്രമേണ ബാഷ്പീകരണത്തിന് വിധേയമാവുകയും
അങ്ങനെ മരക്കറ ഒരു പാറക്കല്ല് പോലെ കട്ടിയുള്ള ഒരു വസ്തുവായി മാറുകയും ചെയ്യുന്നു. മണ്ണിൽ അടിയുന്ന അവ മർദ്ദവും ചൂടും ഒക്കെ ഏറ്റ് പരുവപ്പെട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീളുന്ന ഈ പരിണാമ പ്രക്രിയയിലെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് അവയിൽ പോളിമറൈസേഷൻ സംഭവിക്കുകയും ഒടുവിൽ ഈ മരക്കറ ചില്ലുപോലെ സുതാര്യവും രത്നം പോലെ വളരെ കടുപ്പമുള്ള ഒരു വസ്തുവുമായി തീരുന്നു. അതേസമയം അതിൽ കുടുങ്ങിക്കിടക്കുന്ന വസ്തുക്കളെ കേടുപാടുകൾ പോലും ഇല്ലാതെ സൂക്ഷിക്കുവാനും തക്കതായിട്ടുള്ള ഒരു ടൈം ക്യാപ്സൂളായി മാറുകയും ചെയ്യുന്നു. ആംബറിൽ ഒട്ടേറെ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മരത്തിൻ്റെ സവിശേഷത, കറയിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ അളവുകൾ, അവയുടെ ക്വാളിറ്റി, ഫോസിൽ ആകാനെടുത്ത കാലയളവ് എന്നിവയൊക്കെ ഈ ആംബറിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്നു. രത്നക്കല്ലുകൾ പോലെ വിലപ്പെട്ടതാണ് ആംബർ. അതിൻ്റെ മനോഹാരിത, കുടുങ്ങിക്കിടക്കുന്ന വസ്തുക്കളുടെ അപൂർവതയും പഴക്കവും നിറം എന്നിവയൊക്കെ അനുസരിച്ച് ഈ ആംബറിൻ്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നു. കണ്ടെത്തിയിട്ടുള്ള മിക്ക ആംബറുകൾക്കും ഇതുവരെ 30 മുതൽ 90 ദശലക്ഷം വരെ വർഷങ്ങൾ പഴക്കമുള്ളവയാണ്. പക്ഷേ ഈ റെസിൻ ആംബറാക്കി മാറുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് യഥാർത്ഥത്തിൽ എത്ര സമയം എടുക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. 320 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള അപ്പർ കാർബോണിഫറസിൽ നിന്നുമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ആംബർ കണ്ടെത്തിയിരിക്കുന്നത്. മിക്ക ആംബറുകളും പൈൻ മരത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കോണിഫറുകളിൽ നിന്ന് ഉള്ളവയോ ആണ്. ഈ ആംബർ എന്ന് പറയുന്നത് കാണാൻ വളരെ രസമുള്ളവയാണ്, കാണാൻ വളരെ ഭംഗിയുള്ളവയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പൂർവ്വകാലത്തിലുള്ള സസ്യങ്ങളുടെ അംശങ്ങൾ, അല്ലെങ്കിൽ ചെടികൾ, അല്ലെങ്കിൽ അതിൽ ഉറുമ്പുകൾ, ഷഡ്പദങ്ങൾ, അതിൽ വായു കുമിളകൾ എന്നിവയെല്ലാം വളരെ നൈസായിട്ട് അല്ലെങ്കിൽ വളരെ വളരെ രസകരമായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുരാതന ചുറ്റുപാടുകളിലേക്കും ആവാസ വ്യവസ്ഥകളിലേക്കും ഈ ആംബർ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആംബറിൽ അടങ്ങിയ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞന്മാർക്ക് അവയുടെ രൂപങ്ങൾ, അവയുടെ പെരുമാറ്റങ്ങൾ, അവയ്ക്ക് ഉണ്ടായിട്ടുള്ള പരിണാമ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് എല്ലാം പഠിക്കാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ പ്രാചീന ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകിക്കൊണ്ട് DNA ആംബറിൽ സംരക്ഷിക്കപ്പെട്ടേക്കാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ജീവികളുടെ ഒരു ക്രിസ്റ്റൽ കല്ലറ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ ആംബറിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവികൾ ചരിത്രാതീത കാല ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും വളരെയധികം വിലപ്പെട്ട സൂചനകൾ നമുക്ക് നൽകുന്നു. ഈ ആംബറുകളിൽ നിന്നും കണ്ടെത്തിയത് വെറും പ്രാണികളെയോ അല്ലെങ്കിൽ സസ്യങ്ങളെയോ മാത്രമല്ല, ഒരുപാട് ഫംഗസുകൾ, ഒരുപാട് ബാക്ടീരിയകൾ, അമീബ, ആൽഗ തുടങ്ങിയിട്ടുള്ള വളരെ സൂക്ഷ്മ ജന്തുക്കൾ വരെ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1300-ലേറെ പ്രാചീന സ്പീഷീസുകളെ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആംബറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബർമ്മയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള 8 കോടി വർഷം പഴക്കമുള്ള പല്ലിയുടെ ഒരു പൂർവികൻ. മ്യാൻമറിൽ നിന്നും കണ്ടെത്തിയ 10 കോടി വർഷം പഴക്കമുള്ള ഓന്തിൻ്റെ ഫോസിലുകൾ. അതുപോലെ തന്നെ 10 കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഇപ്പോൾ ഇല്ലാത്ത ഒരു തവള. യൂറോപ്പിൽ നിന്നും കിട്ടിയ 4 കോടി വർഷം പഴക്കമുള്ള ഇപ്പോൾ വംശനാശം വന്നിരിക്കുന്ന ഒരു സസ്യത്തിൻ്റെ പൂവ്. ആംബറുകൾ ആദ്യമായി ഇന്ത്യയിൽ കണ്ടെടുത്തത് ഗുജറാത്തിൽ നിന്നുമാണ്, അതും 2005-ൽ. ഇന്ത്യയിൽ ഈ ആംബറുകൾ കിട്ടിയിട്ടുള്ള പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സ്ഥലങ്ങളാണ്. ഈ ആംബർ എന്ന് പറയുന്നത് കല്ലുപോലെ കട്ടിയുള്ളത് കൊണ്ടും രത്നം പോലെ ഭംഗിയുള്ളത് കൊണ്ടും പുരാതന ഈജിപ്തുകാർ ഇത് ആഭരണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ആംബർ എന്ന് പറയുന്നത് വെറുമൊരു രത്നക്കല്ലുകൾ മാത്രമല്ല, ഇത് പുരാതന വനങ്ങളിലേക്കും മറന്നുപോയ ജീവിതങ്ങളിലേക്കും മനുഷ്യരെക്കാൾ പഴക്കമുള്ള ആവാസ വ്യവസ്ഥയിലേക്കും ഉള്ള ഒരു ജാലകമാണ്. എ പെർഫെക്റ്റ് ടൈം ക്യാപ്സ്യൂൾ.